ഗൈസ് വെൽക്കം ടു സിറ്റി റൈഡർ. അപ്പോൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൂർ കടവന്തർ റോഡിൽ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ റൈഡ്സ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഫസ്റ്റ് പരിപാടി ഐശ്വര്യമായിട്ട് 0 ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പരിപാടി നമ്മൾ ഓൺ ചെയ്യുന്നു. എവിടെ ഓൺ ആവട്ടെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റൈഡ് അടിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തറയിലേക്കാണ്. 274 രൂപയ്ക്ക് ലിസി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തൃപ്പൂണിത്തറ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റാപ്പിഡ് തന്നെ വന്നേക്കടെ പോയി പിക്കടെ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് റൈഡ് കഴിഞ്ഞു. ഫസ്റ്റ് റൈഡില് ഇപ്പോ ടൈം 10:25 ഒരു പോയിന്റ് CNG പറഞ്ഞിട്ടുണ്ടോ. ടോട്ടൽ 17 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 84 ആണ് നമുക്ക് ഫെയർ കിട്ടിയത്. കസ്റ്റമറിന് 5 സ്റ്റാർ കൊടുക്കുന്നു. ഓക്കെ, സംഭവം വെച്ചാൽ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് നമുക്ക് റോഡ് സൈഡ് തന്നെയായിരുന്നു. അതിന്റെ അകത്തോട്ട് ഒരു വഴിയിലോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഫുള്ള് ഒരു ഏകദേശം ഒരു 200 മീറ്റർ 300 മീറ്റർ റിട്ടേൺ റിവേഴ്സ് അടിച്ചാണ്ടാവുന്നത്. റിവേഴ്സ് അടിച്ച് വന്നിട്ടാണ് ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം അവിടെ നിന്ന് തിരിക്കാനായിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും പരിപാടി നമ്മള് ഇവിടെ നിന്ന് ഇനി വൈശ്വരോട് ട്യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാണ്ട് സർജും കാര്യങ്ങളൊന്നുമില്ല. ട്രെൻഡിങ് അത്യാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് തൃപ്പൂണിത്തറയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ തൃപ്പൂണിത്തറ കറക്റ്റ് ഉള്ളിലുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് യാത്രയും കൂടി ഓൺ ചെയ്യാം. യാത്രയ്ക്കും ഇവിടെ നിന്ന് കിട്ടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ റൈഡ്. അപ്പൊ അതും കൂടി എന്തായാലും ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഹൈവേയിലോട്ടൊന്ന് കയറി നിൽക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിക്കാൻ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. സമയം കളയാം ഗൈസ്. അപ്പോൾ ഒരു റൈഡ് കൂടി അടിച്ചിട്ടുണ്ട് 194 ഫെയറിൽ. സമയം 10:29. 284 ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും 4 മിനിറ്റിൽ പിക്കപ്പ് ഉണ്ട്. 1.8 കിലോമീറ്റേഴ്സിലാണ് ഗൈസ്. അപ്പോ നമ്മളുടെ 11:03 30 കിലോമീറ്റർ ടോട്ടൽ ഓടിയുണ്ട്. 185 ആണ് ലാസ്റ്റ്. നമ്മളെ ഈ വന്നതിന് വണ്ടി ഇവിടെ എത്താറായി കഴിഞ്ഞപ്പോ തന്നെ ഒരു റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു യാത്രയിൽ 197 20 മിനിറ്റ് ഉള്ളൂ. 8.3 കിലോമീറ്റേഴ്സിൽ. പക്ഷെ അത് ലൊക്കേഷൻ എനിക്ക് അങ്ങനെ തൃപ്പൂണിത്തറന്ന് പിന്നെയും അകത്തോട്ടുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. കാരണം 197 നല്ല ഫെയർ ആണ് അതിന്. യെസ് ഗൈസ്, 11:34 ആയിട്ടാ. ഇതേവരെ ഒറ്റ റൈഡ് പോലും അടിച്ചില്ല. ഒറ്റ മാച്ച് ട്രിപ്പ് പോലും വന്നിട്ടില്ല. ഇന്നത്തെ കാര്യം കുതാ ഹവയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ വീടിന്റെ അങ്ങോട്ട് വന്നാണ്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഓടിച്ച് വീടിന്റെ അങ്ങോട്ട് വന്നു. ഞാൻ ആ ഒരു ഓൺ ദ വേ എവിടെ നിന്നെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചിട്ട് നോ രക്ഷ. എറണാകുളത്തപ്പനും ഗ്രൗണ്ടിന്റെ ഒക്കെ ഇവിടെ നിറച്ചും ജനസമുദ്രമാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു സാധനം പോലും അടിച്ചില്ല. യെസ് ഗൈസ്, അപ്പൊ നമ്മളുടെ സമയം ശരിക്കും പറഞ്ഞാല് 1:02 1:02. ഓട്ടം വേറെ ഒന്നും കിട്ടിയിട്ടില്ല. 2 റൈഡുകൾ മാത്രമാണ് ഇതേവരെ കിട്ടിയിട്ടുള്ളത്. കട്ട ഷോ എന്ന് പറഞ്ഞാൽ കട്ട ഷോവും. അതിന്റെ ഇടയ്ക്ക് വേറൊരു വിറ്റ് ഉണ്ടായിരുന്ന എന്താ സംഭവിച്ചാല് നമ്മളുടെ യൂബറില് നമ്മളുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്യാത്ത കൊണ്ടിട്ടാണ് അത്രയും നേരം റൈഡ് അടിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മാച്ച് ട്രിപ്പ് പോലും അതിനുണ്ടായിരുന്നില്ല. കുറെ നേരം വെയിറ്റ് ചെയ്തു. ഒരു മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായില്ല. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തു. ഇൻഫോ പാർക്കിലേക്ക് 39 മിനിറ്റ്സിൽ ഓർഡർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി എടുത്തോളൂടാ. ജസ്റ്റ് എടുത്തപ്പോ തന്നെ ഒരു റൈഡ് അടിച്ചിട്ടുണ്ട്. 3 മിനിറ്റിൽ പിക്കപ്പ്, 39 മിനിറ്റ്സിൽ ഡ്രോപ്പ്. എന്തായാലും 470 രൂപ മാത്രമേ ഉള്ളൂ. സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3:26 38 കിലോമീറ്റർ ഓടിയുണ്ട്. 3 ഘട്ട CNG ബാലൻസ് ഉള്ളൂ. അപ്പൊ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മള് വന്ന് ആലുവ പമ്പിലെത്തിയിട്ടുണ്ട്. ആലുവ ഇന്ത്യൻ ഓയിലിലെ പമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് CNG അടിച്ചിട്ടാണ് ഇനി മൂവ് ചെയ്യാനായിട്ട്. കാരണം 2 ഘട്ട CNG മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. സമയം നോക്കുകയാണെങ്കിൽ 4:49 68 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. ആകെ അയക്കുന്നത് 1000 റുപ്പീസ് ആണ്. അതായത് നമ്മളുടെ റാപ്പിഡോയിൽ നിന്ന് 810 മറ്റേതിൽ നിന്ന് യൂബറിൽ നിന്ന് ഒരു 180. ബാക്കിയുള്ള റൈഡുകളെല്ലാം റാപ്പിഡോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നോക്കട്ടെ. ഇവിടെ നിന്ന് ഇനി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ യൂബർ ഓൺ ചെയ്യും. അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പൊ ഇപ്പൊ എന്താ ഗൈസ്, അപ്പൊ CNG എല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും 810 ആയിട്ടുള്ളൂ. 810 പിന്നെ 185. പിന്നെ എന്തായാലും ഇവിടെ നിന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ. ഇനിയിപ്പോ സമയം ശരിക്കും പറഞ്ഞാല് 4:56 5 മണി കൂട്ടാം. 5 മണിയായി. ഇനി ഒരു 5 മണിക്കൂറും കൂടി ഓടാനായിട്ട്. ഡേയ്സ് രാത്രിത്തേക്ക് ഓട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രാത്രിത്തേക്ക് പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറും കൂടി ഉള്ളൂ. 5 മണിക്കൂർ കൊണ്ട് എത്ര സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കളാം. ഇപ്പൊ മുട്ടം ജംഗ്ഷനിലാണ്ടുള്ള മുട്ടം മെട്രോ സ്റ്റേഷൻ താഴത്തുള്ളത്. ഇവിടുത്തെ അത്യാവശ്യം നല്ല ചായയും കടികളൊക്കെ ഉണ്ടോ. അപ്പൊ അത്യാവശ്യം ഞാൻ കഴിക്കാറുള്ളത് ഇവിടെ നിന്നാട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചു. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി പതുക്കെ വീണ്ടും മൂവിയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഓഫ്ലൈൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും അടിച്ചിട്ട് പോയോന്ന് അറിയില്ല. കുറച്ചും കൂടെ എന്തായാലും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ ഓൺ ദ വേ നമുക്ക് കളമശ്ശേരിന്ന് കാക്കനാട്ടിലേക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എന്തായാലും പോയി പിക്ക് ചെയ്യാം. ചെറിയ റൈഡാണ്. 182 റുപ്പീസ്. ഓക്കെ ഗൈസ്, അപ്പോ ആ ഒരു റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ റൈഡായിരുന്നു. അത് കഴിഞ്ഞിട്ട്
ഓൺ ദ വേ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യൂബറിൽ നല്ല വൃത്തികെട്ട കുറെ റൈഡുകൾ വന്നിട്ടോ. അതായത് 229 49 മിനിറ്റ് അല്ലെ 45 പ്ലസ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് 212 രൂപയ്ക്ക്. അത് 10 കിലോമീറ്റർ പോകാനായിട്ട് 1 മണിക്കൂറിനടുത്ത്. അപ്പൊ തന്നെ മനസ്സിലായി നല്ല ഒട്ടുക്കത്ത ബ്ലോക്കിലുള്ള റൈഡുകൾ. അതുപോലത്തെ 2 റൈഡ് വന്നിട്ടുണ്ടായിരുന്നു. കൺഫേം ട്രിപ്പ് രണ്ടും എടുത്തില്ല. രണ്ടും ഗൈസ് ഫുള്ളി ഡിസപ്പോയിന്റഡ് ആണ്. ഗൈസ് വീണ്ടും ഒരു റൈഡ് അടിച്ചിട്ടുണ്ട്. കസ്റ്റമറിന് കാണിക്കുന്നത് 18 മിനിറ്റ് ആണോ. ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കോള് കണക്ട് ആവണം. കോള് എന്തോ അവർക്ക് കേൾക്കാൻ പറ്റുള്ള. അപ്പൊ എന്തായാലും അത് കട്ട് ചെയ്തോളാം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെയിം റൂട്ട് തന്നെ എടുക്കാനായിട്ട് പോകണാണ്. ഇൻ കേസ് അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ആ റൂട്ടിന്റെ ലെങ്ത് കുറയും, നല്ലോണം കുറയും. അപ്പൊ അതുവരെ കസ്റ്റമർ കട്ട് ചെയ്യാതിരുന്നു, ക്യാൻസൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടപടലം 3G നോക്കാം എന്തായാലും. ഗൈസ് ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 7 മിനിറ്റ് മതി അവിടെ എത്താനായിട്ട്. ഈ കസ്റ്റമറിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ചെയ്യണ പരിപാടിയാണ്. വെറുതെ കറക്കി ഇൻഫോപാക്കിന്റെ അകത്ത് കൂടി ഒന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല. നേരെ ഈ മറ്റേ ജെയിൻ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതുവഴി അങ്ങോട്ട് കയറി കഴിഞ്ഞാല് 7 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഡയറക്ഷനാണ്. ഗൈസ് അങ്ങനെ ഒരു റൈഡ് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സമയം ടൈം എത്രയായി? 6:34. 2 പോയിന്റ് CNG കുറഞ്ഞിട്ടുണ്ടോ. നമ്മള് CNG അടിച്ചിട്ട് 28 കിലോമീറ്റർ റോട്ടിൽ ഓടിയിട്ടുണ്ട്. ഇത് 255 ആണ് നമുക്ക് ഫെയർ കിട്ടിയത്. 19.81 പെർ കിലോമീറ്റർ കിട്ടിയടാ. അപ്പൊ എന്തായാലും 1065 ആണ് റാപ്പിഡോയിൽ അയക്കണം. ഏകദേശം 1300 അടുത്ത് ആയിട്ടുള്ളൂടാ. സമയം ഇത്ര ആയി. ഇനി എന്തായാലും മാക്സിമം പിടിക്കണം. എന്തായാലും റാപ്പിഡോ തന്നെയാണ് ഞാൻ ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പോണത്. നമുക്ക് പോകാൻ ഇപ്പൊ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള അവരുടെ വണ്ടിയാണെന്ന് തോന്നണ്ടേ ഇത്. അവര് ഓൺ ദ വേയിൽ തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്താണ്. കറക്റ്റ് ടൈമാണ്. 36 എങ്ങാണ്ടാണ് അവരുടെ ട്രെയിൻ വന്നത്. 35 ഇവിടെ ഡ്രോപ്പ് ചെയ്തേടാ. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോ ഇവിടെ നമ്മളുടെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ വെറുതെ നിൽക്കണേട്ടോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ബാംബു ലഗൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് ആയിരുന്നുണ്ടോ. 2 അറബ്സ് ആയിരുന്നു. അവര് നമ്മളുടെ എവിടെ ഫോറം മാളിൽ നിന്ന് പിക്കപ്പ് കിട്ടി. നമുക്ക് കരിങ്ങാച്ചിറ, അതായത് നമ്മളുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ അല്ല, റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഡ്രോപ്പ് അടിച്ചിട്ട് പിന്നെ വണ്ടി എടുത്ത് മൂവ് ചെയ്ത് ഏറ്റവും അവസാനം പിന്നെ ട്രിപ്പ് അടിക്കണത് ഫോറം മാളിൽ അവിടെ എത്തുമ്പോഴാണ്ടാ. ഗൈസ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന്റെ കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ ഇട്ടാ ഇപ്പുറത്ത് നിന്ന് തന്നെ ഒരു റൈഡ് അടിച്ചിട്ടുണ്ടാ. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ഗൈസ് കസ്റ്റമർ നല്ല സെറ്റപ്പ് പരിപാടിയാണ് കാണിച്ചത്. അതായത് 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. 50 മീറ്റർ ഡിസ്റ്റൻസിൽ ജസ്റ്റ് വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു റൈഡ്. നമ്മുടെ സിഗ്നലിൽ അവിടെ മറ്റേ ഇത് റൈഡ് ഒരു ക്യാൻസൽ ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം E6ന്റെ ഒരു യാത്രയിൽ ഒരു റൈഡ് അടിച്ചിട്ടുണ്ടോ. എന്തായാലും എടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലോട്ടാണ്. ഒരു 15 മിനിറ്റ്സ് ഉള്ളൂ. പിക്കപ്പ് അല്ല, ഡ്രോപ്പ്. എന്തായാലും ഇവിടെ തന്നെയാണ്. വേറെ ഒരു സാധനം കിട്ടുള്ളട്ടോ. കട്ട ഷോപ്പാണ്. ഒരു ചെറിയ റൈഡ് ആയിരുന്നോ. 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഫെയർ കിട്ടിയത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയതിന് 156 അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ആ ഒരു റേഞ്ച് ഉണ്ടാവുള്ളൂ. അതിന് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രയിൽ എടുക്കുന്ന റൈഡുകളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. യാത്രയിൽ നമുക്കൊരു റൈഡുകൾ കുറവാണെന്നുണ്ടെങ്കിലും എടുക്കുന്ന റൈഡുകൾക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെയർ കിട്ടുന്നുണ്ട് ഇവരുടെ. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു. വേറെ ഇനി റൈഡ് എന്തെങ്കിലും ഒക്കെ അടിക്കുക എന്നുള്ളത് നോക്കണം. യെസ് ഗൈസ്, അപ്പൊ അവിടെ നിന്ന് തന്നെ വേറൊരു റൈഡും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. 200 സംതിങ്ങിന്റെയാണ് റാപ്പിഡോയിൽ അടിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ റൈഡ് പോയി എടുക്കാം. യൂബറിൽ അവന്മാര് കുറെ റൈഡുകൾ ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വള്ളി റൈഡുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വേണ്ട, ഓഫ്ലൈൻ അങ്ങോട്ട് നോക്കട്ടെ. യൂബർ പിടിച്ച് തന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും റാപ്പിഡോയിലെ പോയി റൈഡ് എടുക്കട്ടോ. ഗൈസ് അങ്ങനെ വന്ന് തിരുവാങ്കുളവും കഴിഞ്ഞ് അതിന്റെ അകത്തുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. റൈഡ് ഒട്ടുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു റൈഡ് അടിച്ചിട്ടാണ് 206 ഫെയറിൽ ഇവിടം വരെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് കാലി അടിച്ചെന്തായാലും പോകേണ്ടി വരും. പിന്നെ ബ്ലോക്കൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് മാത്രം വിചാരിക്കുക, വേറെ ഒന്നുമില്ല. യൂബർ ഞാനിപ്പോ ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് റാപ്പിഡോനൊക്കെ അടിക്കല് മറ്റേ എന്താ പറയണ ഇത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. യെസ് ഗൈസ്, ഒരു രക്ഷയില്ലട്ടാ. ഞാനിപ്പോ സമയം ശരിക്കും പറഞ്ഞ 9:49 വന്ന വഴിക്ക് ആകെ അടിച്ചത്. അതായത് ഞാൻ അവിടെ നിന്ന് തിരുവാങ്കുളത്ത് എത്തിക്കഴിഞ്ഞിട്ട് തിരുവാങ്കുളത്ത് അടിച്ചില്ല. തിരുവാങ്കുളം കഴിഞ്ഞ് മറ്റേ എന്താ പറയാ നമ്മളുടെ വൈറ്റില വരെ ഒരു സാധനം പോലും അടിച്ചില്ല. ഏറ്റവും അവസാനം ഈ വൈറ്റില കഴിഞ്ഞ് കലൂർ കടവന്ത്ര അല്ല, വൈറ്റിലയില് ഉള്ള ഡയറക്ഷൻ ഇങ്ങോട്ട് കയറിയ സമയത്ത് ഒരു 2 റൈഡ് അടിച്ചു. അതായത് ഒരു 120 രൂപയുടെ റൈഡ് 32 മിനിറ്റ്
എടപ്പള്ളി ഗൈസ്. അങ്ങനെ കുറെ നേരം നിന്നാണ് ഏറ്റവും അവസാനം മരോട്ടി ചോറിലോട്ട് റൈഡ് കിട്ടിയട്ടാ. കറക്റ്റ് 1500 നമ്മളുടെ റാപ്പിഡോയിലായിട്ടുണ്ട്. ഊബറിൽ ഒരു 500 ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ യാത്രയില് ഒരു 156. അങ്ങനെ ടോട്ടല് 2156. പിന്നെ ടിപ്പ് കിട്ടിയിട്ടുള്ള ഒരു 30 രൂപയും കൂടി കൂട്ടിക്കഴിഞ്ഞാല് 2200-ന് നമുക്ക് ഇന്ന് ടോട്ടല് അയക്കണടാ. സമയം ഏകദേശം 10:16 ഗൈസ്. അപ്പൊ എന്തായാലും EMC ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടാ. ഇവിടെ നിന്ന് 2 മാക്സി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 കിട്ടിയില്ല. ചിലവന്നൂരിലേക്ക് അത് അടിച്ചിരുന്നെങ്കിൽ എടുത്തിട്ട് അങ്ങോട്ട് പോവായിരുന്നു, പക്ഷെ എന്തായാലും അടിച്ചില്ല. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. റൈഡുകളും ട്രെൻഡിങ് ഭയങ്കര കുറവായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. CNG ഇപ്പോ ഹാഫ് ടാങ്ക് കിടപ്പുണ്ട്. 10:24 സമയം. 94.6 കിലോമീറ്റേഴ്സ് നമ്മള് ഇതിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ CNG അടിച്ചിട്ട്. ബിയിലാണെങ്കിൽ 163 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 163 കിലോമീറ്റേഴ്സിലാണ് നമുക്ക് 2200-ന് അടുത്ത് കിട്ടിയല്ലോ. സോ വി ഹാവ് ടു വർക്ക് മോർ. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ നേരം വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കണാണ് നാളെ മുതൽ. അല്ലാണ്ട് പരിപാടി സെറ്റ് ആവൂല. അപ്പൊ ഞാൻ ഇത്ര പറയുള്ളൂ. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഇതിപ്പോ കണ്ട പോലെ, അതായത് കുറച്ച് ദിവസങ്ങള് അത്യാവശ്യം നല്ലതായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ ഡൗൺ ആണ്. ഭയങ്കര നല്ല രീതിയിൽ ഡൗൺ ആണ്. ഓട്ടോ ഒക്കെ ഭയങ്കര കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ അതേപോലെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ചിലപ്പോ നാളെ റൈഡ് ഉണ്ടാവും, മറ്റൊന്ന് ചിലപ്പോ റൈഡ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. കറക്റ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി ഞാൻ തീർക്കാണ്. ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. വേറെ പരിപാടി ഒന്നുമില്ല. നാളെ എണീറ്റിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ വണക്കം.